നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കുകയാണ്. 2020 മുതൽ മുടങ്ങിക്കിടക്കുന്ന കൈലാസ മാനസ സരോവർ യാത്രയും നേരിട്ടുള്ള വിമാന സർവീസും വീണ്ടും തുടങ്ങാൻ ഇന്ത്യ ചൈന ധാരണ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ചൈനീസ് സന്ദർശനത്തിലാണ് കൈലാസ യാത്ര വീണ്ടും തുടങ്ങുമെന്ന കാര്യത്തിൽ തീരുമാനമായത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി മിശ്രി കൂടിക്കാഴ്ച നടത്തി. യാത്രയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കരാറുകൾ പ്രകാരമുള്ള രീതികൾ സെക്രട്ടറി തല ചർച്ചയിൽ ഉയർന്നിരുന്നു. നിലവിലുള്ള കരാറുകൾ പ്രകാരമായിരിക്കും വിമാന സർവീസും തുടങ്ങുക. കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അന്ന് ചർച്ചയിൽ വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് 2020 കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന യാത്ര വീണ്ടും തുടങ്ങാൻ ധാരണയായത്. ഗാൽവാനിലെ നിയന്ത്രണ രേഖയിൽ സ്ഥിതിഗതികൾ ശാന്തമായതോടെ ഇരു രാജ്യങ്ങളും കഴിഞ്ഞ വർഷം സേനയെ പിൻവലിച്ചിരുന്നു. ഇതോടെയാണ് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടന്നത്. അതിനിടെ നദികളുമായി ബന്ധപ്പെട്ട ജലശാസ്ത്രപരമായ വിവരങ്ങളും മറ്റു സഹകരണവും പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ചൈന വിദഗ്ധതല യോഗം ചേരാനും ചൈന സമ്മതിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായി. ചർച്ചകൾ പടിപടിയായി പുനരാരംഭിക്കുന്നതിനും മുൻഗണനാ മേഖലകളെ അഭിസംബോധന ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. നിലവിലുള്ള കരാറുകൾ പ്രകാരമാണ് വിമാന സർവീസും മാനസ സരോവർ യാത്രയും വീണ്ടും തുടങ്ങുന്നതെന്നും നദികളുമായി ബന്ധപ്പെട്ട ജലശാസ്ത്രപരമായ വിവരങ്ങളും മറ്റ് സഹകരണവും വീണ്ടും തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ചൈന വിദഗ്ധതല യോഗം ചേരാനും ചൈന സമ്മതിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നേരിട്ടുള്ള വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങുന്നതിന് ഇരു രാജ്യങ്ങളും തത്വത്തിൽ സമ്മതിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായി. ചർച്ചകൾ പടിപടിയായി വീണ്ടും തുടങ്ങുന്നതിന് മുൻഗണനാ മേഖലകളും അഭിസംബോധന ചെയ്യാനും ധാരണയായി. സാമ്പത്തിക വ്യാപാര മേഖലകളിലെ പ്രത്യേക ആശങ്കകളും ചർച്ച ചെയ്തു. കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അന്ന് ചർച്ചയിൽ വന്നിരുന്നു. ഇരു രാജ്യങ്ങളെയും ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഉഭയകക്ഷി സഹകരണത്തിലൂടെ മാത്രമേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനാകൂവെന്ന് അന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും സമ്മതിച്ചു. ഇതിന്റെ ബാക്കിയായാണ് ഇപ്പോൾ കൈലാസ മാനസ സരോവർ യാത്രയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിലേക്ക് എത്തിയത്. 2020 കോവിഡ് വ്യാപനത്തെ തുടർന്ന് യാത്ര നിർത്തിവെച്ചിരുന്നു. പിന്നാലെ ഗൽവാൻ സംഘർഷവും അതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാവുകയും ചെയ്തതോടെ യാത്ര വീണ്ടും തുടങ്ങുന്നത് അനിശ്ചിതത്വത്തിലായി. നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ ശാന്തമായി ഇരു രാജ്യങ്ങളും സേനയെ പിൻവലിച്ചതോടെയാണ് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള മറ്റു നടപടികളിലേക്ക് കടന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.